അസ്സലാമലൈക്കും. പിന്നെ എല്ലാവരും ഡാത്തലോ ഞങ്ങൾ ഈ വീഡിയോ ആക്കുന്നത് നല്ല നല്ല പിസേന വാങ്ങേണ്ടത് എല്ലാവരും ഈ വീഡിയോത്തിനെ പൂർത്തി നോക്കണം. പിന്നെ ബില്ലൊക്കെ ഉണ്ടോ, റെഡ് ബില്ലൊക്കെ ഉണ്ടോ, ബില്ല് എല്ലാവരും ഷെയറാക്കണം. ബാബുൽ ജിഹാദ്, ബാബു തൗബ, ബാബു ദിക്ർ, ബാബു സദക്ക, ബാബു റയ്യാൻ, ബാബുൽ ഹജ്ജ്, ഹജ്ജ് ചെയ്തുള്ള ആൾക്ക്, നോമ്പ് പിടിച്ച ആൾക്ക്, സദക്ക കൊടുത്ത ആൾക്ക്, ദിക്ർ പറഞ്ഞ ആൾക്ക്, തൗബ ചെയ്ത ആൾക്ക്, ജിഹാദ് ചെയ്ത ആൾക്ക്, ഓരോരുത്തർക്ക് സ്വർഗത്തിലെ ഓരോ വാതിൽ ആ വാതിലിൻ്റെ പേരാണ്. പിന്നെ അള്ളാഹുവിൻ്റെ 99 പേര് അൽഹംദുലില്ലാഹ് ഇതിനകത്ത് അസ്മാഉൽ ഹുസ്ന മുഴുവൻ എഴുതിയിട്ട്. ഞാൻ ഫൈസൽ കോട്ടക്കൽ. ഇത് പായിപ്പാട് ജുമാ മസ്ജിദ്, കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്ന്, അതിമനോഹരമായ പള്ളിയാണിത്. ഇതിൻ്റെ വിശേഷത്തോടൊപ്പം ഒരുപാട് ഈ പായിപ്പാട് മഹലിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്രളയ സമയത്തും അതേപോലെ തന്നെ കോവിഡ് സമയത്തും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മഹല് കൂടിയാണ്. അതിലുപരി ഇവിടുത്തെ ഇമാം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനായ ഹാഫിള് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദാണ് ഇവിടുത്തെ ഇമാമ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഖുർആൻ പാരായണ മത്സരം ഒരുപാട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതൊരു കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളതാണത്. അത് തുടർന്ന് പോരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കുറച്ച് വിശേഷങ്ങളും പള്ളിയുടെ വിശേഷങ്ങളും നമ്മൾ അറിയേണ്ട കുറച്ച് വിശേഷങ്ങൾ. ഞാൻ ഇന്ന് പോയ സമയം തന്നെ ഏറ്റവും സന്തോഷമുണ്ട്. കാരണം അവിടെ പുതിയ ബാച്ച്, ഈ ഹാഫിൾ സ്റ്റുഡൻസിനുള്ള പുതിയ ബാച്ചിൻ്റെ ഒരു പ്രസൻസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മഹലിൽ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഈ പള്ളി ഈ നവീകരിച്ച് പുതുക്കി പണിതതിന് ശേഷം അന്നത്തെ ദിവസങ്ങളിൽ എല്ലാ മതവിശ്വാസികൾക്കും പള്ളി കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഈ വർഷവും അവർ അത്തരത്തിലുള്ളൊരു മഹനീയമായൊരു കാര്യം ചെയ്യുന്നുണ്ട്. കുറച്ച് വിശേഷങ്ങൾ ഇതൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ. അതിലുപരി പള്ളിയുടെ കുറച്ച് വിശേഷം കൂടി അറിയിക്കണം. അസ്സലാമു അലൈക്കും. ഞങ്ങൾ പിന്നെ നിസ്കാരത്തിന് കൂടി ഷാഹുലും ഞാനും ഉമറും ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ചതാണ് ഇവിടെ വരണം എന്നുള്ളത്. കാരണം പിന്നെ ഈ ഒരു പള്ളി കാണുക, അതിലുപരി താങ്കളുടെ പ്രവർത്തനങ്ങൾ, പിന്നെ ആ പ്രസംഗത്തേക്ക് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ ഞങ്ങളിന്ന് വന്ന ദിവസം ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലേക്ക്. കാരണം പുതിയ ബാച്ച്, പിന്നെ ഖുർആൻ പഠനത്തിന് കുറേ ഹാഫിളുകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ആ ബാച്ചിൻ്റെ അതിൻ്റെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നത്? കാരണം ഈ പള്ളിയുടെ ഒരു ചരിത്രം മനസ്സിലാക്കിയപ്പോൾ പിന്നെ കോവിഡ് സമയത്താണ് അല്ലേ തുടക്കം കുറിച്ചത്. ഓക്കെ, അത് പിന്നെ പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഒരു മനോഹരമായ പള്ളി നിർമ്മിച്ചെടുത്തു. ഓക്കെ, സന്തോഷം അല്ലേ? എന്താ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ ഓരോ വർഷവും പിന്നെ ഖുർആൻ പാരായണം മത്സരം താങ്കളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പ്രമുഖരായിട്ടുള്ള ജഡ്ജിമാരെ താങ്കൾ കൊണ്ടുവരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രബലരായിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് തന്നെ പിന്നെ 1,00,000 സംതിങ് ആണ് കൊടുക്കുന്നത്. എങ്ങനെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ഇതിനാണ് ഖുർആൻ പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഈ കൊറോണയുടെ സമയത്ത് ലോകം മുഴുവനും ഏറ്റവും പ്രതിസന്ധിയിലായിരുന്ന സമയത്താണ് ഈ പള്ളിയുടെ പണി തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പത്തിൽ അള്ളാഹിൻ്റെ വലിയൊരു സഹായം കൊണ്ട് പൂർത്തീകരിച്ച ഒരു പള്ളിയാണ്. ഏകദേശം ഈ ഓൺലൈനിലൂടെയാണ് ഏറ്റവും കൂടുതൽ, ഏകദേശം 2 കോടി രൂപയ്ക്കപ്പുറത്ത് ഈ ഓൺലൈനിലൂടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ വാഴ പ്രസംഗം കേട്ട് അതിലൂടെയാണ് ജനങ്ങൾ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ പള്ളിയുടെ പണിയൊക്കെ തീർന്ന് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന രീതിയിലാണ് ഞാൻ അന്നത്തെ ദിവസം ജനങ്ങളോട് പറഞ്ഞു നമുക്കിവിടെ ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങണം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അൽഹംദുലില്ലാഹ് അന്ന് ഈ നാട്ടുകാർ മുഴുവനും കയ്യിൽ നീട്ടി സ്വീകരിച്ചു. കാരണം നമ്മൾ ആ ഖുർആൻ അവാർഡ് നടത്തിയപ്പോൾ ആ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് ജനങ്ങൾക്ക് സന്തോഷം. ആൾക്കാരത് കേട്ട് ആ മക്കളെ കണ്ട്, ഏറ്റവും ചെറിയ 13 വയസ്സുള്ളൊരു കുട്ടിയാണെന്ന് ഖുർആനിൽ 1ാം പ്രൈസ് വാങ്ങിച്ചത്. 1,00,000 രൂപയായിരുന്നു. ആ കുട്ടി ആ നിറകണ്ണുകളോടത് വാങ്ങുന്നത് കണ്ടപ്പോൾ ആ ഒരു ഫീലിംഗ് മനസ്സ്, അതിൻ്റെ പുറത്താണ് അൽഹംദുലില്ലാഹ് തുടങ്ങി. ഇപ്പം 15 കുട്ടികളുമായിട്ട് തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 1 വർഷം പൂർത്തിയാകാൻ പോകുന്നു. ഈ മെയ് 18 ആകുമ്പോൾ 1 വർഷം തികയുക. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് ഇപ്പം 15 കുട്ടികളടങ്ങുന്ന ഒരു പുതിയ ബാച്ച് അൽഹംദുലില്ലാഹ് വന്നു. ഇന്ന് തുടക്കം കുറിച്ചിരിക്കുക. അപ്പോൾ എല്ലാം ഖുർആനിനോടുള്ള ആ ഒരു ഇഷ്ടം. ഇപ്പോൾ ഈ മെയ് 17ഉം 18ഉം ഹോളി ഖുർആൻ 2ാമത്തെ അവാർഡ് നടക്കുക. 1,11,000 രൂപയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ്.
200ഓളം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വാർഷികം ഇവിടെ 17, 18, 19 നമ്മുടെ ഇ പി അബൂബക്കർ അൽ ഖാസിമി, അതുപോലെ തന്നെ കബീർ വാക്കബി ഉസ്താദ്, ഞാൻ 3 പേരുടെ വയലും ഈ മത്സരമൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ പുതിയൊരു ബാച്ച് തുടങ്ങി. അള്ളാഹു ആ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പള്ളിയുടെ മുകളിലുള്ള സൗകര്യം ഇവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാതെ കഴിയില്ല. ഭൗതികവും ആത്മീയവുമായി രണ്ടും. ഇതിനിടയിൽ ഇന്നത്തെ ഉസ്താദിന്റെ സ്പീച്ച് ഞങ്ങൾ കേട്ടു, ജുമാക്കുള്ള പ്രഭാഷണം. അതിൽ ഫോക്കസ് ചെയ്തത് ദിനം, അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ആത്മീയ വിദ്യാഭ്യാസം, രണ്ടും കൂടെ അതിന്റെ ഇമ്പോർട്ടൻസ് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വളരെയേറെ റോളുണ്ട്. അല്ല, ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ, ഞാൻ പുറത്തുള്ള കുട്ടികൾക്ക് തന്നെ ഗവൺമെൻറ് വിദ്യാഭ്യാസം ജോലിയൊക്കെ ആവാൻ വേണ്ടിയാണ് ഇപ്പം പറഞ്ഞത്. നിങ്ങൾ PSC കോച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട്. പക്ഷേ അതിപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നവർക്കത്, മലയാളം മീഡിയംകാർക്ക് അങ്ങനെ സ്കൂളിലെ ടീച്ചർമാർ തന്നെ ഇവിടെ വന്ന് പഠിപ്പിക്കുക. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് വൈകുന്നേരം ഇവിടെ ടീച്ചർമാർ, ഇവിടുത്തെ സ്കൂളിലെ ടീച്ചർമാർ വൈകുന്നേരം ഇവിടെ വന്ന് അവർ പഠിപ്പിക്കും. നമ്മളതിന് പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പഠിപ്പിക്കുന്നതാണ്. കുട്ടികൾ പഠിക്കട്ടെ, നമുക്ക് സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ മക്കളെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഒരു ഹാഫിദ്, ഒരു എഞ്ചിനീയർ ഹാഫിദ്, ഒരു ഡോക്ടർ ഹാഫിദ്, ഇതൊക്കെ അല്ലാതെ നമ്മൾ പഴയ വെറും ഉസ്താദ് എന്നുള്ളത് മാറ്റിയിട്ട് അതാണ് നമ്മളുടെ ആഗ്രഹം. അൽഹംദുലില്ലാ ഇപ്പോൾ ഇവിടെ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങണമെന്നിരിക്കുക. ഇൻഷാ അല്ലാഹ് കുട്ടികളിപ്പോൾ പള്ളിയുടെ മുകളിലാണ്. ഇപ്പോൾ കുട്ടികൾ കൂടി, അപ്പോൾ നമുക്ക് പള്ളിയോടുള്ളൊരു ഹുർമത്ത് പാലിക്കാൻ, പള്ളിയല്ലേ അല്ലാതെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ അങ്ങനെ സംവിധാനമില്ല, ഈ പള്ളിയിൽ താമസിപ്പിച്ച് എല്ലാ സൗകര്യം ഇതിനകത്താണ് ഇപ്പോൾ തൽക്കാലം സൗകര്യത്തിലാണ്. നിങ്ങളുടെ അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഇനിയൊരു വേറെ